നമസ്കാരം. ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സെൻട്രൽ ജയിലിൽ ജീവനൊടുക്കി. വയനാട് കോണിച്ചിറ സ്വദേശി ജിൽസനാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിയവേ ജീവനൊടുക്കിയത്. 5 മാസമായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡ് പ്രതിയായിരുന്നു ജിൻസൺ. കത്തികൊണ്ട് കഴുത്തറുത്ത് മരിച്ച നിലയിലാണ് പ്രതിയെ കണ്ടെത്തിയത്. ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്ന ശേഷം പുതപ്പിട്ട് മൂടിയ ശേഷം കഴുത്തിൽ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ചോര വാർന്നു കിടക്കുന്നത് കണ്ടപ്പോഴാണ് ആശുപത്രിയിൽ എത്തിച്ചത്. രാവിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ജീവനുണ്ടായിരുന്നുവെന്നും ജയിൽ അധികൃതർ പറഞ്ഞു. കഴിഞ്ഞ ഏപ്രിൽ 14-നാണ് ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ജിൻസൺ പ്രതിയാകുന്നത്. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു ഇയാൾ. തൂങ്ങി മരിക്കാൻ ശ്രമിക്കവേ കയറ് പൊട്ടി വീഴുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഇയാൾ മുൻപും ആത്മഹത്യ ശ്രമം നടത്തിയിരുന്നതായി ജയിൽ അധികൃതർ പറയുന്നു. കൗൺസിലിംഗ് അടക്കം നൽകിയിരുന്നതായും അധികൃതർ പറഞ്ഞു. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇയാളെ മാനന്തവാടി സബ് ജയിലിൽ നിന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുവന്നത്. തുടർച്ചയായി കൗൺസിലിംഗ് കൊടുത്തു വരികയായിരുന്നു. മികച്ച ചിത്രകാരനായിരുന്ന ജിൻസന്റെ ചിത്ര പ്രദർശനം നടത്താനൊരുങ്ങവെയാണ് ആത്മഹത്യ. CCTV ഉൾപ്പെടെ പരിശോധിച്ചു വരികയാണെന്നും ജയിൽ അധികൃതർ പറഞ്ഞു. കഴിഞ്ഞ വിഷുവിനായിരുന്നു മക്കളെ മുറിയിൽ പൂട്ടിയിട്ട് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ജിൽസൺ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ജല അതോറിറ്റിയിലെ പടിഞ്ഞാറത്തറയിലെ പ്ലംബിംഗ് ജീവനക്കാരനായിരുന്നു. ഫോണിന്റെ ചാർജിംഗ് കേബിൾ കഴുത്തിൽ മുറുക്കിയാണ് ഇയാൾ കൊല നടത്തിയത്. ശേഷം ജീവനെടുക്കാനായി കുരുക്കിട്ട് കയറിയെങ്കിലും താഴെ വീഴുകയായിരുന്നു. തുടർന്ന് വിഷം കുടിക്കുകയും കയ്യിലെ ഞരമ്പ് മുറിക്കുകയും ചെയ്തു. ഇതിനും ശേഷം തടി മുറിക്കുന്ന യന്ത്രം കൊണ്ട് ഇയാൾ കൈ മുറിക്കുകയായിരുന്നു. 2 മക്കളെയും മുറിയിൽ പൂട്ടിയിട്ട ശേഷമായിരുന്നു ജലവകുപ്പ് ജീവനക്കാരനായ ജിൻസന്റെ ക്രൂരകൃത്യം. കടബാധ്യതയാണ് ഇതിന് കാരണമെന്നായിരുന്നു പുറത്തു വന്ന വിവരം. കടബാധ്യതയുള്ളതിനാൽ മരിക്കുന്നുവെന്ന് ജിൽസൺ സുഹൃത്തുക്കളെ അന്ന് വിളിച്ചറിയിച്ചിരുന്നു. പിന്നീടാണ് ഭാര്യയെ കൊലപ്പെടുത്തിയത്. വീട്ടിനുള്ളിൽ നിന്ന് 2 കുറിപ്പുകളും അന്ന് പോലീസ് കണ്ടെടുത്തിരുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ കടബാധ്യത വന്നതോടെയാണ് ജീവനെടുക്കാൻ തീരുമാനിച്ചതെന്നായിരുന്നു ഈ കുറിപ്പിൽ പറഞ്ഞിരുന്നത്. ഭാര്യ ലിഷയെ കൊലപ്പെടുത്തിയ ശേഷം താൻ മരിക്കുകയാണെന്നും മക്കളെ സംരക്ഷിക്കണമെന്നും പറഞ്ഞ് സുഹൃത്തിന് ജിൻസൺ സന്ദേശം അയച്ചിരുന്നു. കടബാധ്യതയെപ്പറ്റി ഈ സന്ദേശത്തിൽ സൂചിപ്പിച്ചിരുന്നു.